നമസ്കാരം. നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ശിവന്റെ പ്രാപ്തി ലഭിക്കുവാൻ, അതായത് ശിവാനുഗ്രഹം ലഭിക്കുവാൻ ആചാരപരവും ആത്മീയവുമായ ചില കാര്യങ്ങൾ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ട താഴെ പറയുന്നവയാണ്. ഭക്തി. ശിവനെ സത്യസന്ധമായ ഹൃദയഭക്തിയോടെ ആരാധിക്കുക. ഭയത്താലോ പ്രതിഫലാശയത്താലോ അല്ല, പ്രീതിയാൽ ആരാധിക്കുമ്പോഴാണ് ശിവാനുഗ്രഹം ലഭിക്കുന്നത്. രണ്ടാമത്, ശിവപൂജയും ജപവും. ശിവലിംഗം അല്ലെങ്കിൽ ശിവന്റെ ചിത്രം മുമ്പിൽ പൂജ നടത്തുക. ബിലപത്രം, 3 ഇലകളുള്ള ബിലത്തളങ്ങൾ സമർപ്പിക്കുക. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ദിനപ്രതി ജപിക്കുക. 108 തവണ ജപിക്കുന്നത് ഉത്തമം. മനസ്സിൽ ശുദ്ധിയും ഏകാഗ്രതയും പുലർത്തുക. മൂന്നാമത്തെ കാര്യം, മനഃശുദ്ധിയും സത്യജീവിതവും. ശിവൻ മഹാദേവൻ മാത്രമല്ല, മഹായോഗി കൂടിയാണ്. അതിനാൽ ആത്മശുദ്ധിയും സത്യനിഷ്ഠയും പാലിക്കണം. അസത്യവും അനീതിയും ഒഴിവാക്കുക. അഹങ്കാരം, ദേഷ്യം, ലാലസം എന്നിവ ത്യജിക്കുക. കരുണയും ക്ഷമയും വളർത്തുക. നാലാമത്തെ കാര്യം, ശിവരാത്രി വ്രതം. മഹാശിവരാത്രി ദിവസത്തിൽ ഉപവാസം, ജാഗരണം, ശിവപൂജ, ജപം എന്നിവ നടത്തുക. രാത്രിയിൽ 4 കാലഘട്ടങ്ങളിൽ യാമങ്ങളിൽ പൂജ ചെയ്യുന്നത് വിശേഷ ഫലപ്രദം. അഞ്ചാമത്, അഭിഷേകം. ശിവലിംഗത്തിൽ പാല്, ജലം, തേൻ, ഗന്ധം, ചന്ദനം എന്നിവ ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുക. അഭിഷേക സമയത്ത് ഓം നമഃ ശിവായ എന്ന് ജപിക്കുക. ആറാമത്, ദാനധർമ്മം. ശിവഭക്തൻ വിനീതനും കരുണാവാനും ആകണം. ദരിദ്രർക്കും വിശപ്പ് കിടക്കുന്നവർക്കും സഹായം നൽകുക. ശിവൻ ഭിക്ഷാടന മൂർത്തി എന്ന രൂപത്തിൽ തന്നെ കരുണയുടെ പ്രതീകമാണ്. 7, മൗനം, ധ്യാനം, സ്മരണം. ശിവധ്യാനം.